श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय लवणजलनिधिशतकयोजना विस्तृतं ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരടമിത ബല സഹിത മുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ചപലമംബരെ മാനേന പോകുന്നിദാശരേശാലയേ അജതനയ തനയ ശരസമമധിക സാഹസാൻ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോടു വിരവോടറിയപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാംഗുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദതി സപതി ത്വരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി കേതുമേ ഇതി പവന തനയനുര ചെയ്തു വാലം നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാംഘ്രിയായൂർധ്വ നയനനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധവുമേവിനാൻ അതു പൊഴുതു പവനസുതനധികൃശ ശരീരനായ അങ്കുഷ്ട തുല്യനായുൾപ്പുക്കരുളിനാൻ തദനു ലഘുതരമവനു മുരതരതപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും ഹിമശിഖരി തനയനഹമറിക കപിവീരനീ എന്നേലിരുന്നു തളർച്ചയും തീർക്കിടോ സലിലനിധി സരഭ സമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളിടോ അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവതാധീശ്വരനെ തലോടിയിടിനാൻ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ
ഓം ശാന്തി. ബാലിവധത്തിന് ശേഷം സുഗ്രീവനെ കിഷ്കിന്ധ നഗരിയുടെ ചക്രവർത്തിയായി വാഴിച്ചു. മഴക്കാലമായിരുന്നു. അതുകൊണ്ട് കുറച്ചു കാലം ഈ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിട്ട് സീതാന്വേഷണത്തിന് പുറപ്പെടാം എന്നതായിരിക്കുന്ന ഒരു ധാരണയിലെത്തി വീണ്ടും കിഷ്കിന്ധ നഗരിയിൽ സന്തോഷവും നൃത്തവും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ വാനരന്മാർ സുഖിച്ചു കാണും. വാനരന്മാരല്ലേ ജന്മദോഷം എന്ന് പറയും പോലെ അവരതിൽ സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മറന്നുപോയി, അഥവാ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലാണ്ടായി. മഴക്കാലം കഴിഞ്ഞിട്ടും വാനരന്മാരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ യാതൊരു പ്രതികരണവും ഇല്ലാതെ കണ്ടപ്പോൾ ക്രുദ്ധനായി പോയ ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരിയുടെ ദ്വാരത്തിൽ പോയിട്ട് തൻ്റെ ഞാണൊലി കേൾപ്പിക്കുകയാണ്. അപ്പം ഞാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കിഷ്കിന്ധ നഗരി മുഴുവൻ കുലുങ്ങി വിറച്ചുപോയി. നിങ്ങൾ മറന്നുപോയോ പ്രഭുവിന് കൊടുത്തതായിരിക്കുന്ന വാക്ക് എന്ന് ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുകയും ഉടനെ തന്നെ വാനരന്മാരെല്ലാവരും കൂടി സീതാന്വേഷണത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. യാത്രയിൽ വെച്ച് എവിടെയൊക്കെ തിരഞ്ഞിട്ടും നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി അവർ കടൽ തീരത്തിരിക്കുമ്പോഴാണ് സമ്പാദി എന്ന് പറഞ്ഞതായിരിക്കുന്ന പക്ഷി അവരെ കാണുകയും അവരെ കണ്ടപ്പോൾ എനിക്ക് പറക്കാൻ വയ്യാതായിപ്പോയ വൃദ്ധനായ എനിക്കുള്ള ഭക്ഷണമാകാം ഇവരെന്നുള്ള ഒരു കണ്ണോട് കൂടിയിട്ട് ഈ വാനരന്മാരെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വാനരന്മാരും പരസ്പരം സംസാരിക്കുകയാണ്. സീതാദേവീനെ എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു ചെന്ന് നമ്മുടെ രാജാവ് തന്നെ നമ്മുടെ കഥ കഴിക്കും. ഇനി തിരിച്ചു പോവാതിരുന്നാൽ ഈ പക്ഷിയും നമ്മുടെ കഥ കഴിക്കും. ജടായു രാമന് സന്ദേശം കൊടുത്ത ആളാണ്, പക്ഷേ ഈ പക്ഷി നമ്മളെ കൊത്തി വിഴുങ്ങും എന്നാണല്ലോ തോന്നുന്നത് എന്ന് വാനരന്മാർ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സമ്പാദി അത്ഭുത പരതന്ത്രനായിപ്പോയി. സമ്പാദിയുടെ സഹോദരനായ ജടായു അവരെ പിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സഹോദരൻ എവിടെയാണ് എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് തൻ്റെ സഹോദരനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ ആ വാനരന്മാരെ സ്നേഹത്തോടെ പെരുമാറുകയും എങ്ങനെയാണ് ലങ്കയിലേക്ക് പോകേണ്ടത് കാര്യങ്ങളൊക്കെയുള്ള ഗൈഡൻസ് കൊടുക്കാൻ സമ്പാദി നിമിത്താവുകയും ചെയ്യുകയാണ്. അങ്ങനെ വാനരന്മാരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് കടൽ തീരത്തിരുന്ന് എങ്ങനെ ഈ കടൽ ചാടിക്കടക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അവരുടെ അടുത്ത് ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്നൊരു ഫാക്ടർ ഒരു കടൽ മുഴുവൻ ചാടിക്കടക്കുക. അതൊരു വാനരനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഇത്ര ചാടുമായിരുന്നു, ഇപ്പോൾ വയസ്സനായിപ്പോയി, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഞാൻ പണ്ടാണെങ്കിൽ ചെയ്യും ഇപ്പം പറ്റില്ല ഈ രീതിയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ അക്കൂട്ടത്തിൽ മൗനമായിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഹനുമാൻ. ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവർക്കൊക്കെ തന്നെ ഗൈഡ് ചെയ്യുന്നതായിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ജാംബവാൻ. ജാംബവാൻ എന്നതൊരു വയസ്സൻ കരടിയായിരുന്നു കാണിക്കുന്നത്. പക്ഷെ ഒരു വൃദ്ധനാണ്. അപ്പോൾ ഹനുമാനോട് പോയി ചോദിക്കുകയാണ്, നീ മാത്രം എന്താണ് മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞു കൊടുക്കുകയാണ്, നീയായിരുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒറ്റ ചാട്ടത്തിന് സൂര്യനിൽ പോയിട്ട് സൂര്യനെ പിടിച്ച് തിന്നാൻ നോക്കിയതാണ്, അത്രയും ശക്തി നിൻ്റെ ഉള്ളിലുണ്ട്, നിനക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ കടൽ സമുദ്രത്തെ ചാടിക്കടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഹനുമാൻ്റെ ഉള്ളിൽ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെയും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഗൈഡൻസ് ഈ സന്ദർഭത്തിലും നമുക്ക് തരികയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വന്നു പോകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ നന്മകളെ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ സമൂഹത്തിലുള്ള വൃദ്ധജനങ്ങൾ, അനുഭവികളായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, കാലഘട്ടം അങ്ങനെയാണല്ലോ, ഞങ്ങൾ ന്യൂജനാണ്, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്ത് മനസ്സിലാക്കാനാണ്, അത് നിങ്ങളുടെ കാലഘട്ടം അങ്ങനെ, ഞങ്ങളുടെ കാലം എങ്ങനെയല്ല എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. രാമായണം ഈ ഒരു സന്ദർഭം ഈ കാലഘട്ടത്തിലേക്ക് വളരെയധികം പ്രസക്തമായൊരു കാലഘട്ടമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കിക്കൊണ്ട് ഭാരമൊഴിവാക്കാൻ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാത്മീകി മഹർഷി നമുക്ക് സന്ദേശം തരും. അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ ജ്ഞാനം, അവരുടെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന്. അങ്ങനെ ഹനുമാനെ കുട്ടിക്കാലത്തുള്ളതായിരിക്കുന്ന സ്മൃതികളൊക്കെ ഓർമ്മിപ്പിക്കുകയും ഹനുമാന് എനിക്ക് കുഴപ്പമില്ല, ചാടി നോക്കാം എന്നൊരു വിചാരം വരെ കൊണ്ടെത്തിക്കുകയാണ്. ഈശ്വരൻ ഒരാളുടെ അടുത്ത് ശ്രീരാമൻ ഈ സന്ദർഭത്തിൽ പരമാത്മാവിൻ്റെ പര്യായമായിട്ട് കാണിക്കുകയാണ്.
ജീവിതത്തിൽ ഈശ്വരൻ നമ്മളുടെ അടുത്ത് ഒരു ലക്ഷ്യം, ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ എനിക്ക് പറ്റുമോ ഇല്ലേ നിങ്ങൾ ചിന്തിക്കാതെ മുന്നോട്ട് പോയിക്കോളൂ. കാരണം ഭഗവാനല്ലേ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭഗവാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താ നമ്മളെ നന്നായി ഏൽപ്പിക്കുന്നത്? ഒരു കാര്യം ഉറപ്പല്ലേ, ജീവിതത്തിൽ നിങ്ങൾ എവിടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വന്ന് എത്തിപ്പെടുന്നു, ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള സാഹചര്യത്തിൽ വന്ന് ചേരുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യാൻ നിമിത്തമായിട്ട് എത്തിപ്പെടുന്നു. കർമ്മം കൊണ്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ വലിക്കപ്പെട്ട് എത്തുകയാണല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിൽ ചിന്തിച്ച് നോക്കിയേ, ആ കർമ്മത്തിൻ്റെ ഫലവുമായി നിങ്ങൾ എത്തിച്ചത് ആരാണ്? ഈശ്വരൻ തന്നെയല്ലേ. അപ്പോൾ ലൈഫിൽ നിങ്ങളൊരു ഡ്യൂട്ടിക്ക് നിമിത്തമാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിമിത്തമാക്കപ്പെടുന്നുവെങ്കിൽ എനിക്കിതാവോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ അതിനെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വിശേഷത, ആ ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ വന്നോളും. അത് ഒരു ഗൈഡൻസ് കൂടിയാണ് ഈ സന്ദർഭത്തിൽ രാമായണം തരുന്നത്. എനിക്ക് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സാധാരണ മനുഷ്യന് ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കുള്ള ആൻസറാണ് ശരിക്കും രാമായണം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഹനുമാന് തൻ്റെ ബാല്യകാലത്തിൻ്റെ സ്മൃതികളെല്ലാം ഉണർന്നു വരെയും വീണ്ടും എനിക്ക് ലങ്കയിലേക്ക് എത്താൻ സാധിക്കും, സമുദ്രത്തെ ചാടിക്കടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി കടൽ ചാടിക്കടന്നുകൊണ്ട് ലങ്കയിലേക്ക് എത്താനുള്ള യാത്ര തുടങ്ങാനായി തീരുമാനിക്കുന്നത്. സിസ്റ്ററെ, ഒരു കടൽ മുഴുവൻ ചാടിക്കടക്കാൻ ഒരു വാനരന് സാധിക്കുമോ? എങ്കിൽ ആ കടൽ ഏതാണ്? അതെ, അതുതന്നെയാണ് ഞാനും പറഞ്ഞുതരാൻ വരുന്ന കാര്യവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു വാനരനെ കൊണ്ട് ഒരു കടൽ ചാടിക്കടക്കാൻ സാധ്യമല്ല. ഇനി എത്ര തന്നെ കപ്പാസിറ്റിയുള്ള വാനരാണെന്ന് പറഞ്ഞാലും കടൽ ചാടിക്കടക്കാനാവില്ല, പറന്ന് വേണം കടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കടൽ എന്ന് പറയുന്നത് ഒരു സാധാരണ കടലല്ല. ഇവിടെയും അത് ഈ കടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാര സാഗരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകം ഒരു കടൽ തന്നെയല്ലേ, നമ്മുടെ ജീവിതം ഒരു സാഗരം തന്നെയല്ലേ. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറില്ലേ, ഈ സംസാര സാഗരത്തിൽ എൻ്റെ ജീവിത നൗകയെ മറുകര എത്തിക്കാൻ വേണ്ടി സഹായിക്കണേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ? അപ്പോൾ ജീവിതമാകുന്ന നൗകേനെ ഈ ലോകമാകുന്ന സാഗരത്തിൽ നിന്ന് മറുകര എത്തിക്കാൻ വേണ്ടി സഹായിക്കണം. അപ്പോൾ ജീവിതം എന്താണ്? ഒരു സാഗരമാണ്. എന്തുകൊണ്ട് ഇതിനെ സാഗരം എന്ന് പറയുന്നു? ഈ ലോകത്ത് മനുഷ്യന്മാരൊക്കെ ജീവിക്കുമ്പോൾ പറയാറില്ലേ, മനുഷ്യന്മാർ സമൂഹ ജീവികളാണെന്ന് പറയാറുണ്ട്. പരസ്പരം ഇവൻ എൻ്റെ മകൻ, മകൾ, സഹോദരൻ, സഹോദരി, എൻ്റെ 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 എന്ന് പറയുന്ന എല്ലാ റിലേഷനും നിങ്ങളെടുത്ത് നോക്കി നോക്കിയേ, ഒക്കെ കണക്റ്റഡ് ആവുന്ന എന്തിൻ്റെ ആധാരത്തിലാണ്? രക്തത്തിൻ്റെ ആധാരത്തിലാണ്. നോക്കൂ, ദൂരെ എവിടെയെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മളിപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരാളെ കാണാതാവുന്നു, തിരയുന്നു, ആളിലൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരെ സംബന്ധിച്ചൊരു ന്യൂസാണത്, എല്ലാവരും അതിൽ ഇൻട്രസ്റ്റഡ് ആണ്, സഹായിക്കാൻ പറ്റുന്ന ആൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുറമെന്നൊരു അപകടം കേട്ടു, ആ നാട്ടിലൊരു അപകടം ഉണ്ടായെന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ന്യൂസ് കാണും പേപ്പറിൽ, അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് കാണുന്നു. നമ്മൾ കാണുമ്പോൾ അയ്യോ കഷ്ടം, ഇതാ ഇങ്ങനെ ഉണ്ടായി, ആ വീട്ടുകാർ അവിടെ അങ്ങനെ ഒലിച്ചുപോയി, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇതാ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇവരെ വണ്ടിയോടെ കാണാതായിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലൊരു പ്രയാസം അനുഭവപ്പെടും, കഷ്ടം തന്നെ. മറ്റൊരാൾ ദുഃഖം കാണുമ്പോൾ ആർക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തത് നമുക്കിടെ വേണ്ടതായിരിക്കുന്ന ഡ്യൂട്ടി എന്താ, കാര്യം എന്താണെങ്കിൽ ചെയ്യാൻ പോവുക ചെയ്യുക. അല്ലാതെ അതെന്താ ഉണ്ടായെന്ന് അവർ പിന്നാലെ കരയാനിരിക്കാറില്ല. പക്ഷേ അതേ കാര്യം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് സമയം കൂടി അവർ വീട്ടിൽ പോയി അവർക്ക് എന്താ വേണേൽ ചെയ്തു കൊടുക്കുക, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവരെ ദുഃഖം വർദ്ധിക്കാതിരിക്കാൻ നോക്കുക, അതൊക്കെ ചെയ്യും നമ്മൾ. ഇതൊക്കെ വേറൊരാളുടെ വീട്ടിൽ. അപ്പോഴും അതിൻ്റെ പിന്നാലെ ഫുൾ ടൈം എടുക്കാറില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ വരും, കാര്യമൊക്കെ ചെയ്തു, ഞാൻ ജോലിക്ക് പോട്ടെ കേട്ടോ, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരും. ഇതേ കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിലോ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ എൻ്റേതാകുന്നത് അവിടെയാണ് എനിക്കെൻ്റെ ദുഃഖം പൂർണ്ണമാവുന്നത്. അപ്പോൾ ഈ ലോകത്തിന് ദുഃഖത്തിൻ്റെ കടലാക്കുന്നുവെങ്കിൽ, സംസാരം സാഗരമാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ എന്നതായിരിക്കുന്ന ബന്ധനത്തിൽ കുരുങ്ങുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മൾ കുരുങ്ങുന്നത്, അവിടെയാണിത് സാഗരാവുന്നത്. അപ്പോൾ ജലം എന്ന് വെച്ചാൽ അർത്ഥം രക്തം. ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സാധനം ഏതാണ്? വെള്ളം. അപ്പോൾ രക്തം കൊണ്ട് ബന്ധനം, അതാണ് എൻ്റെ എന്നതായിരിക്കുന്ന ബന്ധനം. അപ്പോൾ അതുകൊണ്ട് രക്തം എന്നതായിരിക്കുന്ന തത്വം അഥവാ ജലതത്വം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോഴാണ് എൻ്റെകളുടെ ലിസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത്.
അതുകൊണ്ട് ജലതത്വത്തിൽ കുരുങ്ങിക്കൊണ്ട് എൻ്റെ എന്ന ലിസ്റ്റിൽ മനുഷ്യന്മാർ മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മൾ പറയുക എന്താണ്? സംസാര സാഗരം എന്ന് പറയുന്നത്. ഈ സാഗരം താണ്ടിക്കടക്കാൻ, ഈ സാഗരം ചാടിക്കടക്കാനായിട്ട് ആരെക്കൊണ്ടേ സാധിക്കുള്ളൂ? ഹനുമാനെ കൊണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ഒന്ന് അനുമാനം, മറ്റൊന്ന് അഭിമാനം. രണ്ടും നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അനുമാനം എന്താർത്ഥം? ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും അതങ്ങനെയായിരിക്കുമോ അതിങ്ങനെയായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സൊരു വൈകാരിക ചക്രത്തിനുള്ളിൽ നമ്മളെ കറക്കും. അതങ്ങനെയായിരിക്കാം, അവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, അവരിങ്ങനെ പറയുകയായിരിക്കും, ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. നമ്മുടെ മനസ്സ് തന്നെ ആ കാര്യത്തിന് ചുറ്റിക്കറക്കി കറക്കി 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 അതിനെ വലിയൊരു പ്രശ്നമാക്കി നമ്മുടെ മനസ്സിൽ വെച്ചു തരും. അതിൻ്റെ പേരാണ് അനുമാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് അഭിമാനം. ഞാൻ എന്തോ ആണെന്നുള്ള വിചാരം, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ആദരിക്കുന്നില്ല. വലിയവർക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ആ കാര്യം അവർ ചെയ്തിട്ടില്ല, തത്സമയം അവർക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ വിഷമം വന്നു, ഇറിറ്റേഷൻ വന്നു. കാരണം അഭിമാനം എന്ന് പറയുക. അഭിമാനത്തിൽ ഹിന്ദിയിൽ അഭിമാനം എന്നുള്ള വാക്കെടുക്കുകയാണെങ്കിൽ അഭിമാനം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് റെസ്പെക്റ്റ് കിട്ടിയേ പറ്റൂ എങ്കിൽ നമുക്കതിന് വലിയവരുടെ അഭിമാനം. കുട്ടികൾക്ക് എന്താണെന്നറിയോ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തു, ഇങ്ങനെയൊക്കെ സന്ദർഭത്തിലും സമയത്തും എല്ലാ കാര്യം നന്നായി ഉത്തരവാദിത്വം നിറവേറ്റി, എന്നിട്ട് നന്നായി എന്നൊരു വാക്കെങ്കിലും ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൂടെ? ഇനിയൊരു സമയം വരട്ടെ, അപ്പം കാണിച്ചു തരാം. അപ്പം നോക്കിയാൽ ചെറിയവരുടെ അഭിമാനം ഒരു വിധത്തിൽ, വലിയവരുടെ അഭിമാനം വേറെ രീതിയിൽ. ഇങ്ങനെ 2 രീതിയിലുള്ളതായിരിക്കുന്ന അഭിമാനങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതേത് വിധത്തിലാണെങ്കിലും അതിങ്ങനെ ചക്രം കറക്കി നമ്മൾ അതിനുള്ളിരിക്കുകയുള്ളൂ, അത് നമ്മൾ പുറത്ത് കടക്കുകയില്ല. അതുകൊണ്ട് സംസാര സാഗരത്തെ ചാടിക്കടക്കണം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സാഹചര്യങ്ങളാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിൽപ്പെട്ട് ഒഴലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചാടിക്കടക്കാൻ മനസ്സിനെ അഭിമാനത്തിൽ നിന്നും അനുമാനത്തിൽ നിന്നും മാറ്റി വയ്ക്കുക. അതിന് വേണ്ടതായിരിക്കുന്ന ടെക്നിക്കാണ് ട്രൈ ടു സീ ദ തിങ്സ് ആസ് ദേ ആർ. കാര്യങ്ങൾ എങ്ങനെയോ അതിനതുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള ഒന്നും ചേർക്കണ്ട. അവരെന്താ പറഞ്ഞ് ഓക്കെ, അവരെന്താണോ പറയുന്നത്, അവരെങ്ങനെയാണോ കാണുന്നത് അതും ഓക്കെ, ഞാനും ഓക്കെ, നിങ്ങളും ഓക്കെ, എല്ലാം ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായിരിക്കും. അപ്പോൾ ഈ കടലിൻ്റെ ഉള്ളിൽ വലിയ വലിയ തിരമാലകൾ നമ്മളായിട്ട് വട്ടം കറക്കില്ല. അല്ലെങ്കിൽ അതുണ്ടാവുന്നതായിട്ടുള്ള ചുഴികളും അതിലുണ്ടാവുന്നതായിട്ടുള്ള വമ്പൻ തിരമാലകളും സദാ ജീവിതത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ കടൽ ചാടിക്കടക്കാനുള്ള ഉത്തമമായിരിക്കുന്ന വിധി അനുമാനവും അഭിമാനവും ഒഴിവാക്കിക്കൊണ്ട് ഒരു യുക്തി കൂടിയുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ജയ് ഹനുമാൻ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. എൻ്റെ പ്രായമുള്ള പലർക്കും ഓർമ്മയുണ്ടാവും ഇത് കാണുന്ന സന്ദർഭത്തിൽ. ആ സമയത്ത് ജയ് ഹനുമാനിൽ ഹനുമാൻ പറക്കാൻ വേണ്ടിക്കൊണ്ട് ഉപയോഗിക്കുന്നൊരു വിധം ഉണ്ടായിരുന്നു. ഈ കൈകളെ പരത്തിപ്പിടിച്ചു, രാമായണത്തിൽ പറയുമല്ലോ, കൈകളെ പരത്തിപ്പിടിച്ചു, കാലൊന്ന് മടക്കി പിടിച്ചു, പറക്കാനുള്ള പോസ്റ്റിലാക്കുന്നതിനൊപ്പം ഒരു മന്ത്രം ഉച്ചരിക്കുമായിരുന്നു, ജയ് ശ്രീരാം എന്നതായിരിക്കുന്ന മന്ത്രം. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക. വാക്കിൽ മന്ത്രമല്ല, അത് തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ മനസ്സിൽ ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിതത്തിൽ എത്ര കടുത്ത സാഹചര്യം വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വന്നിട്ട് ഈശ്വരനെ സ്നേഹിച്ചും സ്മരിച്ചും കൊണ്ട് എൻ്റെ കൂടെ ഈശ്വരനുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്നുറച്ച വിശ്വാസത്തോടെ അതിജീവിക്കുന്ന ആളുകളെ കാണാം. ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്കും അയ്യോ എനിക്കെന്തോ പറ്റിയെന്ന് പേടിച്ചിട്ട് പനി തലയിൽ കയറിയിട്ട് മെമ്മറിയൊക്കെ പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ചെറുതും വലുതൊക്കെ ആക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. അപ്പോൾ ജീവിതത്തിന് സാഗരത്തിനെ മറികടക്കാനുള്ള വഴി ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കൂ, മനസ്സിലെ ഭാരമില്ലാതാക്കൂ. ഭഗവാനും ഒരിക്കലും ഭഗവാൻ അഴുക്കിൽ വന്നു കുടികൊള്ളാറില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ട്, നെഗറ്റീവ് തോട്ട്സ് കൊണ്ട്, വേസ്റ്റ് തോട്ട്സ് കൊണ്ട് നിറച്ചു വെച്ചിട്ട് അതിനുള്ളിൽ ഈശ്വരൻ ഇരിക്കാൻ പറഞ്ഞാൽ ഈശ്വരൻ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി നല്ല ശ്രേഷ്ഠ സങ്കല്പങ്ങളാക്കി അതിൽ ഭഗവാനെ കൂടിയിരുത്തിക്കൊണ്ട് ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ തൻ്റെ ഓരോ കർമ്മവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും ഈ സാഗരത്തെ മറികടക്കുന്നത് സഹജമായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ഇങ്ങനെയാണ് ഈ സംസാര സാഗരത്തിനെ മറികടക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും സുരസ എന്തായിട്ടുള്ള നാഗമാതാവ് ഹനുമാനെ പരീക്ഷിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. സുരസ എന്നുള്ള വാക്കിനർത്ഥം സരസമായി സംസാരിക്കുന്നവൾ അഥവാ സരസമായി സംസാരിക്കുന്നവൾ. നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ലേ നമ്മൾ കണ്ടുമുട്ടാറ്. ചില ആളുകളുണ്ടല്ലോ സംസാരിച്ചിരുന്നിട്ട് നിങ്ങളുടെ നേരം മുഴുവൻ തിന്നുന്നവർ. ചിലർ
സംസാരിച്ച് നിങ്ങളുടെ തല കേടാക്കുന്നവർ, ചിലർ സംസാരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നിറച്ച് നിങ്ങളൊന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നവർ, ഇങ്ങനെ പല രീതിയിലുള്ള രൂപം കാണാം. അതാണ് നാഗമാതാവായിട്ട് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന യുക്തി എന്താണ്, അതും നമുക്ക് രാമായണം കാണിച്ചു തരുന്നു. ഒന്ന്, ആദ്യം സുരസ വന്ന് നിന്നിട്ട് എൻ്റെ മുന്നിൽ വരുന്ന എന്തിനേയും എനിക്ക് പിടിച്ചു തിന്നാൻ അനുമതിയുണ്ട് പറഞ്ഞപ്പോൾ ആദ്യം വലുതായി കാണിച്ചു. ഫസ്റ്റ് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ്. വലുതാവാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരീരമല്ല വലുതാക്കേണ്ടത്, തോട്ട്സിൽ പോസിറ്റീവ് തോട്ട്സ്, സെൽഫ് റെസ്പെക്റ്റ്, ആത്മ അഭിമാനം. അതെത്ര കൂടുന്നുണ്ടോ അത്രയും നമുക്ക് ആരും പറയുന്ന വാക്കുകളിൽ പ്രഭാവം ഉണ്ടാവില്ല. എന്നിട്ടും വിടില്ല. രണ്ടാമത് എന്താ പറഞ്ഞാൽ, എത്ര വലുതാവുന്നു അത്ര അവരും വലുതായിക്കൊണ്ടിരുന്നു. അങ്ങനെയാണല്ലോ ഈഗോ. നിങ്ങൾ എത്ര സെൽഫ് റെസ്പെക്റ്റിൽ ഉയരുന്നുണ്ടോ അത്ര അവർ ഈഗോയിലും ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അവരുടെ ഈഗോ കയറുക എന്ന് കണ്ടു കഴിഞ്ഞാൽ തൊഴുതു കൊടുക്കുക, ചെറുതാവുക. എന്താ ചെയ്തത്? കടുക് മണിയോളം ചെറുതായി. എന്നിട്ട് സുരസയുടെ വായിൽ കയറിയിട്ട് ചെവിയിലൂടെ അങ്ങ് പുറത്ത് കിടന്നു. എന്നുവെച്ചാൽ അർത്ഥം, അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ, നിങ്ങളാണ് വലുത്, നിങ്ങളാണ് ശരി, ഓക്കെ. തൽക്കാലം നിങ്ങൾ അവരുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങളെ അവർ ചെവിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കും. നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ട് അവർ നിങ്ങളെ അങ്ങ് കടത്തി വിടുന്ന അർത്ഥം. അപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും സന്ദർഭം എന്നൊന്നും പറയാനില്ല, അങ്ങനത്തെ ആളുകളെ കാണാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല ജീവിതയാത്രയിൽ. അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരുടെ പ്രഭാവത്തിലും ആവരുത്, അല്ലെങ്കിൽ അവരുടെ ഈഗോനെ മുറിവേൽപ്പിക്കാനും പോകരുത്. രണ്ടുണ്ടായാലും ജീവിതത്തിൽ ദുസ്സഹമായിട്ട് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് രണ്ടും ഇല്ലാതാക്കാൻ, ഒന്ന് നമ്മുടെ ആത്മാഭിമാനത്തെ നന്നായി വെക്കണം, മറ്റൊന്ന് അവർക്ക് ആദരവ് കൊടുക്കണം. ആദരവ് കിട്ടാനുള്ളതായിരിക്കുന്ന യുക്തി എന്താണ്? ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. ആദരവ് കൊടുക്കൂ, ആദരവ് എടുക്കൂ, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അവിടെയും കഴിഞ്ഞില്ലേ പരീക്ഷ. പിന്നെയും വരികയാണ് മൈനാകം എന്തായിട്ടുള്ള പർവ്വതം എന്ന് പറയുകയാണ്. സൽക്കരിക്കാൻ നീ കുറച്ച് ഇത്രയും ദൂരം ചാടി പറന്നു വരികയല്ലേ, ക്ഷീണിച്ചില്ലേ, ദാഹിച്ചില്ലേ, ഒരല്പം വെള്ളം കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഡെയിലി നമ്മളെ കാണാൻ വരാറുണ്ട് മൈനാകം. കാരണം രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കണം, നമ്മുടേതായിട്ടുള്ള പെർഫെക്റ്റ് ആയിരിക്കുന്ന റൂട്ടീൻ നമുക്ക് ചെയ്യണം, വ്യായാമം ചെയ്യണം, പഠിക്കണം, വിജയികൾക്ക് വേണ്ട നല്ല ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പ്രതിജ്ഞ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ മൈനാകമാണ് ഇവരൊക്കെ വീഴ്ത്താറ്. കാരണം മൈനാകം പറയും, 4 മണിക്കല്ലേ എഴുന്നേൽക്കാൻ വേണ്ടി അലാം വെച്ചത്, 4 മണിയായിട്ടല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കിടന്നിട്ട് എണീക്കാമെന്ന്. അങ്ങനെ കിടന്ന് എഴുന്നേൽക്കുന്നവർ പിന്നെ കണ്ണൂർക്ക് 6:30ക്കും 7 മണിക്കായിരിക്കും അന്നത്തെ ദിവസം അവസാനിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിൽ കുറച്ച് നേരത്തേക്ക് എന്ന് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എവിടെ എത്താറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിലും, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് ആലസ്യം കൊണ്ട് കാര്യത്തെ മാറ്റി വയ്ക്കരുത്. മറ്റ് വേറൊരു മൈനാകം കൂടെ വരാറുണ്ട് ലൈഫിൽ. എന്താണെന്നറിയോ? ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. അതായത് ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് വിജയം കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ അങ്ങ് ആനന്ദിക്കുക. ഓ, എനിക്കിത്ര കിട്ടിപ്പോയി, ഞാൻ ജയിച്ചു പോയി, ഞാൻ എല്ലാതും ആയിപ്പോയി എന്നൊരു വിചാരം. ആ സന്തോഷം അധികമാകുമ്പോൾ അതും ആലസ്യത്തിൻ്റെ രൂപത്തിൽ വരെയും വീണ്ടും കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിജയം ആസ്വദിച്ച് സമയം കളയുന്ന ഒരവസ്ഥ, അതും നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാനുള്ള ഉത്സാഹം ഉന്മേഷമാണ് തരേണ്ടത്. ഒരു കർമ്മം ചെയ്തു ജയിച്ചു, അതുകൊണ്ട് ഞാൻ എല്ലാതും ആയിപ്പോയി എന്നും വിചാരിക്കരുത്. ഈ 2 വിധത്തിലും, ഒന്ന് ജയം കൊണ്ട്, മറ്റൊന്ന് പരാജയം കൊണ്ട്, അതല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആലസ്യം കൊണ്ട്. ഇതേത് രീതിയിൽ ആലസ്യം വന്നാലും അതൊക്കെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്താത്തവരാക്കി മാറ്റുകയുള്ളൂ. അതുകൊണ്ട് ഹനുമാൻ്റെ വാക്യം ഓർമ്മിക്കുക, പ്രഭുവിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം എനിക്ക് വിശ്രമവും ആഹാരമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോവുമല്ല, തലോടിക്കൊണ്ടങ്ങ് കടന്നുപോയി. മീൻസ് വിഷമിപ്പിക്കാതെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിന് ബോധ്യപ്പെടുത്തുക, നോക്ക് നാളെ ഇത്ര മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ എണീറ്റേ പറ്റൂ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ വേണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, ഇപ്പോൾ തൽക്കാലം എണീക്കട്ടെ എന്ന് സ്വയം അവനവന് തന്നെയാണ് നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പർവ്വതത്തെ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിത സാഹചര്യത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള മൈനാകം, ഇങ്ങനെയുള്ള സുരസ, ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫിൽ വരും. എന്തൊക്കെ വരുമ്പോഴും അതിലൊന്നും തന്നെ കുരുങ്ങാതെ മുന്നോട്ട് പോവാൻ
ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കുക. അതിനുള്ള മന്ത്രമാണ് ഈശ്വരൻ്റെ സ്മൃതി. ദിവസവും രാത്രി ഉറങ്ങും മുന്നേ ഭഗവാന് കത്തെഴുതുക. കത്തെഴുതുക എന്ന് വെച്ചാൽ അന്നന്നത്തെ കാര്യങ്ങൾ, എൻ്റെ ഈ ലൈഫിൽ ഇന്നത്തെ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഈശ്വരനെ തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് സങ്കല്പത്തിൽ ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുമല്ലോ. സങ്കല്പത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗോപികമാരെ കൃഷ്ണന് കത്തെഴുതിയതുപോലെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അന്നത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഡയറിയിൽ ഈശ്വരൻ്റെ മുന്നിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കി ഭഗവാന്റെ ഓർമ്മയിൽ ഒരു ദിവസം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രഭാതം ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഉണരാനും തൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് ഇതാണ് ഈ കടൽ ചാടിക്കിടക്കുക എന്ന് രാമായണത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓം ശാന്തി.